നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 20 വ്യാഴാഴ്ചയാണ്. ഇന്ത്യൻ വിപണി 2 മാസത്തെ ഏറ്റവും ഉയർന്ന നിലയിലായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും ഇന്നലെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇന്ന് നിഫ്റ്റി ഓപ്പൺ ചെയ്യുന്നത് നല്ല പോസിറ്റിവിറ്റിയിൽ തന്നെ ആയിരിക്കും. 23,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ടായിരിക്കും ഇന്ന് ക്ലോസ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഈ 23,000 ഹോൾഡ് ചെയ്യാൻ സാധിക്കുമോ എന്നത് തന്നെയാണ് ഇന്ന് നമ്മൾ ഉറ്റുനോക്കുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയമായി വരുന്നത്. അത് കാത്തിരുന്ന് തന്നെ കാണാം. ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിലേക്ക് ഫെഡറൽ റിസർവ് പ്രതീക്ഷിച്ചതുപോലെ നിരക്കുകളിൽ മാറ്റം വരുത്തിയില്ല. ഈ വർഷാവസാനം 2 റേറ്റ് കട്ടുകളാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ ഫെഡറൽ റിസർവ് പ്രവചിച്ചത് മന്ദഗതിയിലുള്ള സാമ്പത്തിക വളർച്ചയും ഉയർന്ന പണപ്പെരുപ്പവും പ്രതീക്ഷിക്കുന്നു എന്ന് തന്നെയാണ്. ഡൗ ജോൺസ് 0.92% നേട്ടത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. S&P 500 1.08% നേട്ടത്തിലും നാസ്ഡാക്ക് 1.41% ഉയർന്നുമാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. താരിഫുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ സമ്പദ് വ്യവസ്ഥ ഒരു പരിവർത്തനത്തിലൂടെ കടന്നു പോകുന്നു എന്നാണ് ഈ മാസം ആദ്യം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. കാനഡ, മെക്സിക്കോ തുടങ്ങിയ രാജ്യങ്ങളുടെ ചില ഉൽപ്പന്നങ്ങളുടെ താരിഫുകൾ അദ്ദേഹം താൽക്കാലികമായി നീക്കം ചെയ്തിരുന്നു. എന്നാൽ ഇത് ഏപ്രിൽ 2 അവസാനിക്കുകയും ചെയ്യും. ഇനിയൊരു താരിഫ് യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന് നമുക്ക് ഏപ്രിൽ 2 ശേഷം അറിയാൻ കഴിയും. US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇന്നലെ എല്ലാ കമ്പനികളും പോസിറ്റീവിൽ തന്നെയായിരുന്നു. ഇൻഫോസിസ് 0.65% ഉയർന്നു. വിപ്രോയും 2.67% നേട്ടമുണ്ടാക്കി. ബാങ്കിംഗ് സൈഡിൽ ICICI ബാങ്ക് 0.18% ഉയർന്നപ്പോൾ HDFC ബാങ്ക് 1.23% ഉയർന്നു. ഡോക്ടർ റെഡ്ഡി 0.75% നേട്ടവും ഉണ്ടാക്കി. ഇന്നലെ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ക്രിപ്റ്റോ സെഗ്മെന്റിൽ ബിറ്റ്കോയിൻ ആയിരുന്നു. 6% ഉയർന്നു. ഇപ്പോൾ $87,000 ട്രേഡ് ചെയ്യുന്നത്. ഗോൾഡ് വീണ്ടും ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലത്തെ കേരളത്തിലെ ഗോൾഡ് പ്രൈസ് പവന് 66,320 രൂപയാണ്. ഗോൾഡിന്റെ കാര്യത്തിൽ എല്ലാ ദിവസവും പുതിയ റെക്കോർഡ് ഹൈസ് ആണ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ വിപണിയിലേക്ക് വന്നാൽ ഒരു തിരിച്ചുവരവിന്റെ പാതയിലാണ് ഇപ്പോൾ ഇന്ത്യൻ വിപണി ഉള്ളത്. അതുകൊണ്ട് ഇപ്പോൾ മാർക്കറ്റ് തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ സ്റ്റോക്കുകളും ഉയരുന്നത് നമുക്ക് കാണാൻ കഴിയും. അത്തരത്തിൽ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്ലാൻ ഇല്ലെങ്കിൽ നിങ്ങൾ നല്ല എക്സ്പേർട്ട് ഒപ്പീനിയൻ എടുക്കാൻ ശ്രമിക്കുക. നല്ല സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്കുണ്ടായ നഷ്ടം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുക. അത്തരത്തിൽ നമ്മുടെ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും നമ്മുടെ എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ 50% ഡിസ്കൗണ്ടോട് കൂടി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം കൂടിയുണ്ട്. കൂടുതൽ വിവരങ്ങൾ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് വായിക്കാവുന്നതാണ്. കൂടാതെ ഇനി കൂടുതലായി അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ നമ്മളിവിടെ മുകളിൽ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതുമാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്തകളിൽ നിന്ന് ആരംഭിക്കാം. പ്രാദേശിക വ്യവസായത്തെ സംരക്ഷിക്കുന്നതിനായി 200 ദിവസത്തേക്ക് ചില സ്റ്റീൽ ഇറക്കുമതിക്ക് 12% താൽക്കാലിക സുരക്ഷാ തീരുവ ചുമത്താൻ വാണിജ്യ മന്ത്രാലയത്തിന്റെ DGTR ശുപാർശ ചെയ്തിരുന്നു. ഇതിൽ തന്നെ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഇനി ധനമന്ത്രാലയമാണ്. ഈ തീരുവയുടെ കാരണം എന്താണെന്ന് വെച്ചാൽ US സ്റ്റീൽ താരിഫുകൾക്ക് ശേഷം ജപ്പാൻ, ദക്ഷിണ കൊറിയ, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വില കുറഞ്ഞ ഇറക്കുമതി ഇത് തടയുകയാണ്. ഇതുവഴി ആഭ്യന്തര വ്യവസായത്തെ ഇത് കൂടുതലായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത് കമ്പനിയുടെ ലാഭം വർദ്ധിക്കുകയും സ്റ്റീൽ വില 1,500 മുതൽ 2,000 വരെ വർദ്ധിക്കും എന്നുമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. അടുത്തതായി ഇന്നലെയാണ് RBI ബുള്ളറ്റിൻ പുറത്തു വന്നത്. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമാണ് എന്നാണ് RBI ബുള്ളറ്റിൻ കാണിക്കുന്നത്. ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിലും ശക്തമായ കൃഷി, സ്ഥിരമായ ഡിമാൻഡ്, അടിസ്ഥാന സൗകര്യ നിക്ഷേപം എന്നിവയുടെ പിന്തുണയോടെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ശക്തമായി നിലകൊള്ളുന്നു എന്ന് തന്നെയാണ് ഈ ബുള്ളറ്റിൻ സൂചിപ്പിക്കുന്നത്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം ധനി സർവീസസ് എന്ന കമ്പനി ഗുഡ്ഗാവിൽ 5.37 ഏക്കർ ഏറ്റെടുക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ധനി സർവീസസ് ഒപ്പുവെച്ചു. മറ്റൊരു കമ്പനി റൈമണ്ട് ആണ്. നവാസ് സിംഗാനിയ നോൺ എക്സിക്യൂട്ടീവ് ഡയറക്ടർ സ്ഥാനത്ത് നിന്നും രാജിവെച്ചിരിക്കുന്നു. അടുത്തത് കേസോൾസ് ഇന്ത്യ എന്ന കമ്പനിയാണ്. കമ്പനി മൂന്നാമത്തെ ഇൻട്രിം ഡിവിഡൻഡായി ₹7.50 പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്നലെ സ്റ്റോക്ക് 20% അപ്പർ സർക്യൂട്ടിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മാരുതി സുസുക്കിയുടെയും ടാറ്റ മോട്ടോഴ്സിന്റെയും വില വർദ്ധിപ്പിക്കുന്ന വാർത്ത നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോഴിതാ ഹുണ്ടായ് മോട്ടോറിന്റെ വില വർദ്ധിക്കുകയാണ്. ഉയർന്ന ഇൻപുട്ട് ചെലവുകളും പ്രവർത്തന ചെലവും കാരണം 2025 ഏപ്രിൽ മുതൽ ഹുണ്ടായ് മോട്ടോർ ഇന്ത്യയുടെ കാറുകളുടെ വില 3% വർദ്ധിച്ചേക്കും. അടുത്തത് ട്രെൻഡ് എന്ന കമ്പനിയാണ്. ട്രെൻഡിന്റെ യൂണിറ്റായ ബുക്കർ ഇന്ത്യ TSSLന്റെ 100% ഇക്വിറ്റി ഓഹരികളും വാങ്ങും. THPL നിന്ന് 166 കോടി രൂപയ്ക്കാണ് കമ്പനി ഏറ്റെടുക്കുന്നത്. മറ്റൊരു മുഖ്യമായ സ്റ്റോക്ക് ന്യൂസ് ഉള്ളത് അദാനി എന്റർപ്രൈസുമായി ബന്ധപ്പെട്ടതാണ്.
അദാനി എന്റർപ്രൈസിന്റെ അനുബന്ധ സ്ഥാപനമായ കച്ച് കോപ്പർ പ്രണീത വെഞ്ചേഴ്സുമായി ചേർന്ന് പ്രണീത ഇക്കോ കേബിൾസ് എന്ന പേരിൽ ഒരു സംയുക്ത സംരംഭം ആരംഭിച്ചു. കച്ച് കോപ്പേഴ്സിന് കമ്പനിയിൽ 50% ഓഹരിയുണ്ട്. അടുത്ത് മിശ്ര ധാതു നിഗം ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഇന്ററിം ഡിവിഡൻഡായി ഇക്വിറ്റി ഷെയറിന് 0.75 രൂപ കമ്പനി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യമുള്ളത്, എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ 3:30 വരെ നമ്മുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലാണ് നൽകാറുള്ളത്. ടെലഗ്രാം ഗ്രൂപ്പിനെ കുറിച്ച് കൂടുതലായി അറിയണമെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ആ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മൾ പറയുന്ന എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസിന്റെയും ഒരു അപ്ഡേറ്റ് നമ്മൾ അവിടെ കൊടുക്കുന്നുമുണ്ട്. അപ്പോൾ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. ഇന്ന് എക്സ് ഡിവിഡൻഡ് ഡേറ്റ് ആയി വരുന്ന പ്രധാനപ്പെട്ട ഒരു കമ്പനി ഏഞ്ചൽ വൺ ആണ്. F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്കുകൾ ഹിന്ദുസ്ഥാൻ കോപ്പർ, ഇൻഡസ്ഇൻഡ് ബാങ്ക്, സെയിൽ തുടങ്ങിയവയാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. 1097 കോടി രൂപയ്ക്കാണ് FIS ഇന്നലെ സെല്ല് ചെയ്ത്. DIS ആവട്ടെ 2141 കോടി രൂപയ്ക്ക് ബൈ ചെയ്തിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ഇന്നലത്തെ ഫെഡറൽ റിസർവ് മീറ്റിംഗിന് ശേഷം പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകൾക്ക് പിന്നാലെ ഇന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയാണ്. ഇപ്പോൾ ട്രേഡിംഗ് ആരംഭിച്ച ഓസ്ട്രേലിയൻ മാർക്കറ്റ് നേട്ടത്തിലാണ്. കോസ്പി മാർക്കറ്റ് 0.64% നേട്ടത്തിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. ജപ്പാൻ മാർക്കറ്റിൽ ഇന്നൊരു ഹോളിഡേ ആണ്. ഇനിയിപ്പോൾ ഇന്ത്യൻ സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആണ്. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 23,062 എന്ന നിലയിലാണ്. 70 പോയിന്റ്സ് അപ്സൈഡിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. അതായത് ഇന്ന് നമ്മുടെ മാർക്കറ്റിലേക്ക് വന്നാൽ നിഫ്റ്റിയിൽ ഇന്ന് നമുക്ക് ഏകദേശം 80 മുതൽ 90 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. അങ്ങനെയാണെങ്കിൽ 23,000 എന്ന മാർക്ക് ആദ്യ മണിക്കൂറിൽ തന്നെ ടച്ച് ചെയ്യാൻ കഴിയുകയും ചെയ്യും. ഓയിൽ പ്രൈസുകളിലേക്ക്. ഫെഡറൽ റിസർവ് ഉയർന്ന സാമ്പത്തിക അനിശ്ചിതത്വം കാണിക്കുമ്പോൾ എണ്ണവില ബുധനാഴ്ച സ്ഥിരത നിലനിർത്തുകയുണ്ടായി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് $71.13 പെർ ബാരൽ എന്ന നിലയിൽ 0.28% നേട്ടത്തിലാണ്. WTI ഉള്ളത് $67.24 പെർ ബാരൽ എന്ന നിലയിൽ 0.48% നേട്ടത്തിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്ക്. നിഫ്റ്റി തുടർച്ചയായ 3ാമത്തെ ദിവസവും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. ഇന്നലെ 22,900 മുകളിലായി ക്ലോസ് ചെയ്യാൻ സാധിച്ചു എന്നതൊരു പോസിറ്റിവിറ്റി തന്നെയാണ്. ഇനി നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് അപ്സൈഡിലെ റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ തന്നെയാണ്. 2024 സെപ്റ്റംബറിലും ഡിസംബറിലും ഇതേ അപ്സൈഡിലെ റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനിൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് നിഫ്റ്റി തിരിച്ച് റിവേഴ്സ് ചെയ്തത്. അപ്സൈഡിൽ ഇനി 22,984 50 ഡേ EMA ഉള്ളത്. ഇതും ക്രോസ് ചെയ്യുകയാണെങ്കിൽ 23,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ തന്നെയാണ് മുന്നിൽ ഉണ്ടായിരിക്കുക. അടുത്തതായി നിഫ്റ്റിയിലെ ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ ഒന്ന് പരിശോധിക്കാം. ആദ്യം 22,900 സ്ട്രൈക്കിൽ 324% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് ആണ്. കോൾ സൈഡിൽ 94% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. 22,880 സ്ട്രൈക്കിൽ 87% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. 63% ഒരു ഇടിവാണ് കോൾ സൈഡിൽ കാണുന്നത്. ഒരു ഷോർട്ട് കവറിംഗ് ആണ് അവിടെ വിസിബിൾ ആവുന്നത്. 22,950 സ്ട്രൈക്കിൽ 640% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. 53% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കോൾ സൈഡിലും കാണാം. ഈ 3 സ്ട്രൈക്കും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് തന്നെയാണ് നല്ല ശക്തിയോടെ നിൽക്കുന്നത് എന്നാണ് കാണുന്നത്. അടുത്തതായി കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക്. 23,300 കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് ഉള്ളത്. അതിനുശേഷം 23,000 സ്ട്രൈക്ക്, അതിനുശേഷം 23,100 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,500, അതിനുശേഷം 22,300 സ്ട്രൈക്ക്, അതിനുശേഷം 22,800 സ്ട്രൈക്കിലുമാണ്. വീക്ക്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,800. ബാങ്ക് നിഫ്റ്റിയിലേക്ക്. 49,703 0.8% ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു കീ ഹെർഡിലായി വരുന്നത് 100 ഡേ 200 ഡേ EMAകളാണ്. 49,900 മുതൽ 50,000 വരെയുള്ള ആ ഒരു ലെവലിനുള്ളിലാണ് ഈ 2 EMAസും വരുന്നത്. നിഫ്റ്റിയിൽ കഴിഞ്ഞ 5 ദിവസമായിട്ട് ഹയർ ഹൈ ഹയർ ലോ ഫോർമേഷനാണ് ഫോം ആയിക്കൊണ്ടിരിക്കുന്നത്. അതും ഒരു പോസിറ്റിവിറ്റി തന്നെയാണ്. ഇനി ഈ 100, 200 ഡേ EMAകൾ ക്രോസ് ചെയ്യുകയാണെങ്കിൽ 50,500 പ്രധാനപ്പെട്ട ഒരു റെസിസ്റ്റൻസ് ഏരിയ ആവാൻ സാധ്യതയുണ്ട്. ഡൗൺ സൈഡിൽ 48,952 ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ തന്നെയാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് രേഖപ്പെടുത്തിയ കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,000, അതിനുശേഷം 51,000 സ്ട്രൈക്ക്, അതിനുശേഷം 50,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ടെസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 49,000, അതിനുശേഷം 48,000 സ്ട്രൈക്ക്, അതിനുശേഷം 47,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 51,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 49,000. ഇന്ത്യ വിക്സിലേക്ക്.
13.42 1% മുകളിലായിട്ടാണ് ഇന്ത്യ വിക്സ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇന്നിവിടെ നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ വാർത്തകളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. ഇനി നമ്മൾ ഇന്നത്തെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റയൊക്കെ അനലൈസ് ചെയ്തിരിക്കുന്നത് OI പൾസ് എന്ന സൈറ്റിലൂടെയാണ്. ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്നവർക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്ന ഒരുപാട് കാര്യങ്ങൾ ഈ OI പൾസിൽ നൽകിയിട്ടുണ്ട്. ഓപ്ഷൻ ചെയിനൊക്കെ 3 മിനിറ്റ്, 5 മിനിറ്റ്, 10 മിനിറ്റ്, 15 മിനിറ്റ്, മണിക്കൂറുകൾ, അങ്ങനെ ഒരുപാട് തരത്തിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സൈറ്റ് തന്നെയാണ്. ഇത് മാത്രമല്ല ഒത്തിരിയേറെ മറ്റ് പ്രത്യേകതകളുമുണ്ട്. ഏതായാലും ഈ OI പൾസിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്ക് വഴി പുതിയൊരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, ഞങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിലും അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതുവഴി പുതിയൊരു അക്കൗണ്ട് എടുക്കാവുന്നതാണ്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.